നമസ്കാരം. ക്വാണ്ടം മെക്കാനിക്സ് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന ഭൗതികത മുഴുവൻ ഇല്ലാത്തതാണ്, മിഥ്യയാണ്, നമുക്ക് തോന്നുന്നതാണ്. വെള്ളം ഉൾപ്പെടെ വസ്തുക്കൾ മുഴുവൻ, ജീവികൾ എല്ലാ സ്പന്ദനങ്ങളാണ്, ചലനമില്ലാത്തതാണ്. മാക്സിമം ചലനം എന്ന് പറഞ്ഞാൽ പൂജ്യമാണ്. ഒരു കാറിലെ മാക്സിമം ചലനത്തിലാണ് ആ കാർ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പൂജ്യത്തിലാണ് അത് നിൽക്കുന്നത്. അത് നമ്മൾ 10ലോ 100ലോ 3000 km/h ചലിപ്പിക്കുന്നുണ്ട്. അത് മിഥ്യ, അത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ പോയി അതൊക്കെ നമ്മുടെ ഒരു തോന്നലാണ്. 99.999% പേർക്കും ഇത് മനസ്സിലാവില്ല. ചലനം മിഥ്യയാണ്, നമ്മൾക്കും ചലിക്കാൻ സാധ്യമല്ല. എനിക്ക് വർത്തമാനം പറയാൻ പോലും ശാസ്ത്രപരമായി സാധ്യമല്ല എന്ന് ക്വാണ്ടം മെക്കാനിക്സ് വളരെ കൃത്യമായി പറയും. കാരണം നമ്മളെല്ലാം ഈ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് അദൃശ്യമായ, നിശ്ചലമായ, അഗ്രാഹ്യമായ, അവിഭജിതമായ, ഒരു ദ്വാരം പോലുമില്ലാത്ത ഒരു പൂരിത നിശ്ചലതയിൽ നമ്മളിങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. ആ മുങ്ങിക്കിടക്കുന്നതിൽ ഒരു അനക്കം പോലും സാധ്യമല്ല. അനക്കം തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും മിഥ്യ, മായ. അതാരും വിശ്വസിക്കില്ല. നമ്മൾ ഈ കാണുന്നത് മൊത്തം മായയാണെന്നുള്ളത് ആരും വിശ്വസിക്കില്ല. ചിലപ്പോൾ കോസ്മോസിന് നമ്മളെ 100 വർഷമൊക്കെ, ചിലപ്പോൾ ഒരു സെക്കൻഡ് പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സംഭവങ്ങളാണ് ഈ പ്രകൃതിയിൽ നടക്കുന്നത് മൊത്തം. ഇനി നിശ്ചലതയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. അത് നമ്മൾക്ക് കാണില്ല. നമ്മൾക്ക് കാണില്ല എന്ന് മാത്രമല്ല, അതൊരു കരിങ്കല്ലിനേക്കാളും സാന്ദ്ര കട്ടിയാണത്. സാന്ദ്ര കട്ടിയൊന്നും നമുക്ക് അറിയാൻ സാധ്യമല്ല. നമ്മൾക്ക് അഗ്രാഹ്യമായ ഒരു സാന്ദ്ര കട്ടയിൽ നമ്മളിങ്ങനെ മുങ്ങിക്കിടക്കുവാണ്. ആ നിശ്ചലതയിൽ ഒരു ചലനം പോലും സാധ്യമല്ല. നമ്മൾ ചലിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാത്തത് മിഥ്യ. അതാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അഹം ബ്രഹ്മാസ്മി, എല്ലാം ഒരേ അർത്ഥമാണ്. ഓക്കെ, താങ്ക് യു.